ചിരിക്കുന്ന മുഖ്യമന്ത്രി വലിയ വികസനങ്ങൾ നടത്തി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അഹോരാത്രം പണിയെടുക്കുന്ന വലിയ രീതിയിൽ മെഴുകുന്ന കുറേ മാധ്യമ പാപ്പരാസികളും അവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന കുറേ അടിമ കൊങ്ങികളും ഒക്കെ ഉണ്ട്. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവന്മാരൊക്കെ ശ്രമിക്കുക. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കണേ. മാർച്ച് വരെ കിട്ടിയിരുന്ന ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധം വളരെ ശക്തമായിട്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ടീച്ചറെ, പൈസ ബജറ്റിൽ മാറ്റി വെച്ചു എന്ന് പറയുമ്പോഴും പൈസ ശരിക്കും ഖജനാവില് ആകെ 5000-6000 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ പലതിനും മുടക്കം വന്നിരിക്കുകയായിരുന്നു LDF സർക്കാർ പോകുമ്പോൾ. അതായത് വലിയ തോതിൽ അത് 15,000-20,000 രൂപയുടെ മുടക്കം ഉണ്ടായിരുന്നു പല സ്ഥാപനങ്ങൾക്ക് നൽകാൻ. അങ്ങനെയാണ് പോയത്. ഈ ബജറ്റ് മാറ്റി വെച്ചത് കൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇപ്പോൾ GST ഇനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി തുക നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവും, ഞാനും വായിച്ചു ഇല്ലേ. കഴിഞ്ഞ വർഷത്തേക്കാൾ കിട്ടിയതിന്റെ ഇരട്ടി തുക എത്ര കോടി രൂപയാണ്? 14,000 കോടി രൂപയോ മറ്റോ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് ഓരോ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റ് സൂക്ഷിച്ചു വെക്കുന്ന തുകയെ കുറിച്ചാണ്. ഒരു 10 പൈസ ഇല്ല എന്നുള്ളതല്ല. അത് നമ്മുടെ UDF ഗവൺമെന്റ് തന്നെ, ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അത് ശരിയാണെന്ന് പറഞ്ഞു. ആ തുക ബാക്കിയുണ്ട്. ഒന്നും ബാക്കി വെക്കാതെ അല്ല LDF ഗവൺമെന്റ് പോയിട്ടുള്ളത്. അത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, അത് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താ? അത്രയും തുക ബാക്കി വെച്ചല്ലോ അല്ലേ? ആ തുക ബാക്കി വെച്ചിട്ടാണല്ലോ പോയത്. ഇനി ഇപ്പോ ഈ ഒരു മാസത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് നല്ല ഒരു എമൗണ്ട് നികുതി ഇനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെ കാണാണ്ടാണോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ കഴിഞ്ഞ ഒക്ടോബർ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയം നോക്കിയിട്ട് കൊടുക്കുന്നതല്ല. അത് UDF പ്രവർത്തകരായിട്ടുള്ളവരുടെ വീടുകളിലും കിട്ടുന്നുണ്ടാവും. ഒരു നല്ല പദ്ധതി, ഒരു പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി, അതിനിങ്ങനെ പാരവെക്കുന്ന പടി പാടില്ല. അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ, ഇത് അവസാനിപ്പിക്കാം എന്നുള്ള ഉദ്ദേശമാണ് ഗവൺമെന്റ് ഉള്ളതെങ്കിൽ അത് നല്ലതിനല്ല. എന്ന് മാത്രമല്ല, അത് തുടരണം എന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് കണ്ടില്ലേ, എല്ലാം നടപ്പിലാക്കുന്നു നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ നിർത്തലാക്കുന്നുണ്ടെന്നുള്ളതോട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് തന്നെ കിട്ടുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന ഈ ഒരു സർക്കാർ സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന ഈ ഒരു ആനുകൂല്യം നിർത്തലാക്കിയിരിക്കുകയാണ്. 1000 രൂപ വെച്ച് മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻഷൻ അത് നിർത്തലാക്കിയിട്ടാണ് ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്.